Hello friends, welcome back to my channel Mom's Daily. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കുഞ്ഞു ടിപ്പ് പറയാനും കാണിക്കാനും വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് തേങ്ങ വളരെ എളുപ്പത്തിൽ നമുക്ക് മിക്സിയിൽ ചിരകി എടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉള്ള പല ആൾക്കാരും ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ്. അതായത് താഴെ ഇരുന്നിട്ട് തേങ്ങ ചെരുവാന്ന് പറഞ്ഞത് അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ആണ് ഈ വീഡിയോ. ഇത് പലവർക്കും അറിയുന്നുണ്ടാവും. അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ കാണിക്കുന്നത്. അതായത് നമുക്ക് തേങ്ങ നമ്മൾ താഴെ ഇരുന്നൊന്നും ചെരുകാതെ മിക്സിയിൽ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെരുകി നല്ല ഫൈനായിട്ട് തന്നെ ചെരുവെടുക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ എൻ്റെ അമ്മ ഒക്കെ താഴെ ഇരുന്ന് ചെരുവാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുള്ള ആളാണ്. അപ്പോൾ എൻ്റെ അമ്മ ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. അപ്പം ഇതെങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങ എടുത്തിട്ട് അതിൻ്റെ പുറത്തുള്ള നാരൊക്കെ നമ്മൾ പറിച്ച് കളയണം. അപ്പോൾ അതാ ഞാൻ നാരൊക്കെ എല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടായിട്ടൊന്ന് മുറിക്കാം. അപ്പോൾ ഞാനത് മുറിച്ചെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ ഇവിടെ രണ്ടായിട്ട് പൊട്ടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ രണ്ട് തേങ്ങ നമ്മൾ ഓവർനൈറ്റ് നമ്മൾ ഫ്രീസറിനകത്ത് വെക്കണം. എങ്കിൽ മാത്രമേ അതിനകത്തുള്ള കൊപ്ര നമുക്ക് പെട്ടെന്ന് അങ്ങ് വിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി പൊട്ടിച്ച് വെച്ചിരിക്കുന്ന ഈ രണ്ട് തേങ്ങയും ഞാൻ ഫ്രീസറിനകത്ത് വെക്കാൻ പോവാണ്. ഏറ്റവും നല്ലത് രാത്രി മുഴുവൻ നമ്മൾ ഫ്രീസറിനകത്ത് വെക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഞാനിത് ഫ്രീസറിനകത്തോട്ട് വെക്കാൻ പോവാണ്. അപ്പം അങ്ങനെ വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അന്നേരം പിറ്റേ ദിവസം നമ്മളിത് ചെരുവുന്ന നേരത്ത് അല്ലെങ്കിൽ നമുക്കിത് ചെരുകാൻ മിക്സിയിൽ ഇടുന്ന നേരത്ത് പെട്ടെന്ന് തന്നെ ഇത് വിട്ട് കിട്ടും ഉള്ളിലെ കൊപ്ര. അതിന് വേണ്ടിയിട്ടാണ് ഫ്രീസറിൽ വെക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഫ്രീസറിൽ വെക്കുകയാണ്. ഇത് രാത്രിയാണ് ഞാനിത് ഫ്രീസറിനകത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നാളെ രാവിലെ ഇതൊന്ന് എടുത്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ രാവിലെയാണ് ഞാനിത് പുറത്തെടുക്കുന്നത്. ഇപ്പോൾ രാവിലെ ഞാൻ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊരു 15 മിനിറ്റോളം അല്ലെങ്കിൽ 1 മണിക്കൂറോളം 15 മിനിറ്റ് അല്ല 1 മണിക്കൂർ തന്നെ വെക്കണം. 1 മണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എങ്കിൽ മാത്രമേ അല്ലെങ്കിൽ അത് ഒത്തിരി അങ്ങ് ഹാർഡായിട്ടാവും ഇപ്പം ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു 1 മണിക്കൂർ സമയം ഇതിനകത്ത് ഡീഫ്രോസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഒരു 1 മണിക്കൂറോളം ഒന്ന് വെക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇതിനകത്ത് ഇപ്പിടി വെള്ളം പോലെയൊക്കെ ഐസ് ഡീഫ്രോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ നല്ലൊരു ഷാർപ്പായിട്ടുള്ള ഒരു കത്തി, അറ്റം ഇങ്ങനെ ഇതുപോലെ കൂർത്തിരിക്കുന്ന ഒരു കത്തി എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തുള്ള കൊപ്ര എടുക്കാൻ നോക്കാം. അപ്പോൾ വളരെ കെയർഫുള്ളായിരിക്കണം, കൈയൊക്കെ നിങ്ങളെല്ലാവരും സൂക്ഷിക്കുക. അപ്പോൾ ഞാനിവിടെ വളരെ പതുക്കെ, എനിക്ക് ഒത്തിരി അങ്ങ് ശ്രമപ്പെടേണ്ട വന്നില്ല, ഉടനെ തന്നെ ഇത് വിട്ട് വന്നായിരുന്നു ഇതിനകത്തുള്ള കൊപ്ര. അപ്പോൾ അങ്ങനെ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രീസറിനകത്ത് വെക്കുന്നത്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് കുത്തിയെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം, എല്ലാവരും കൈ സൂക്ഷിക്കണം. കാരണം ഇത് ഷാർപ്പായിട്ടുള്ളത് കൊണ്ട് വളരെ സൂക്ഷിച്ചിട്ട് വേണം ഇത് എടുക്കാനായിട്ട്. പക്ഷേ ഇത് വളരെ എളുപ്പമാണ് താനും, പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. നമുക്ക് ഈ കത്തിയൊക്കെ വെച്ച് കുത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് വിട്ട് കിട്ടും. അപ്പം ഞാൻ ഈ 2 കൊപ്രയും ഇതുപോലെ ഒന്ന് എടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ 2 കൊപ്രയും കുത്തിയെടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ എനിക്ക് വിട്ട് കിട്ടി കേട്ടോ. ഇനി ഞാൻ ഇത് ചെറിയ കഷ്ണം, ഇതിപ്പോൾ ഞാനിത് 2 തരത്തിൽ കാണിക്കാം. ഒന്ന്, ഞാനിപ്പോൾ ഒരു കൊപ്ര ഞാൻ ഇതുപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി ഇപ്പം ഞാൻ കാണിക്കുന്ന പോലെ ഒരു കട്ടിംഗ് ബോർഡിൽ വെക്കായിരിക്കും നല്ലത്. അതുപോലെ ഇങ്ങനെ കട്ടിംഗ് ബോർഡിൽ വെച്ചോ അല്ലെങ്കിൽ കൈ വെച്ചോ നമ്മൾ ഇതേപോലെ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കുകയാണ്. ഒത്തിരി ചെറുതല്ല, ഈ ഒരു മീഡിയം സൈസിൽ നമ്മൾ മുറിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളത് മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാനത് കാണിക്കാം. അപ്പോൾ ഞാനിതൊന്ന് മുറിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഒരു കൊപ്ര ഞാൻ അങ്ങനെയാണ് കാണിക്കുന്നത്. ഇങ്ങനെയാണ് അത് ചെരുകിയ പോലെ സാധാരണ കറിക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി വേറൊരു കൊപ്ര ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ വൈറ്റ് കളർ തന്നെയുള്ള ചില ഡിഷസ് ഉണ്ടല്ലോ. അതായത് ഇപ്പം വെള്ള ചട്നി ഉണ്ടാക്കാൻ, തേങ്ങ വെള്ള ചട്നി ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തേങ്ങ നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ വെള്ള ഭാഗം മാത്രമേ എടുക്കുള്ളൂ. അപ്പോൾ അങ്ങനെ എടുക്കുന്നതാണ് മറ്റേ കൊപ്ര ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ 2 തരത്തിലും കാണിക്കാം. നമ്മൾ കറിക്കോ ഉപ്പേരിക്കൊക്കെ ഇടുന്ന തരത്തിലുള്ള തേങ്ങ ചെരുകുന്നതും, അതുപോലെ തന്നെ ഇപ്പം വൈറ്റ് ആയിട്ടുള്ള ചട്നിയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങ അങ്ങനെ ചെരുകുന്നതും ഞാൻ 2ഉം കാണിക്കാം. അപ്പോൾ ഞാൻ ഇതൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ
അപ്പോൾ ഇതാ ഞാൻ ഒരു മുറി തേങ്ങ, അരമുറി തേങ്ങ ഇതാ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള ഒരു അരമുറി തേങ്ങ ഞാനത് അടുത്തത് കാണിച്ചു തരാം അതെന്താ ചെയ്യാൻ പോണേന്നുള്ളത്. അപ്പോൾ ഇതിപ്പോൾ തൽക്കാലം നമുക്ക് മാറ്റി വയ്ക്കാം. ഇത്ര ഒന്നുമില്ല, ഇതിൻ്റെ പുറത്തുള്ള ആ ഒരു ബ്രൗൺ കളറുള്ള ഷെയ്ഡിലുള്ള അതിൻ്റെ സ്കിൻ നമ്മളങ്ങ് മാറ്റി കളയാണ് ചെയ്യുന്നത്. അപ്പം ഇത് മാറ്റി വയ്ക്കാം. നമുക്ക് ആദ്യം ഈ ഒരു അരമുറി തേങ്ങ എന്താ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനിവിടെ ഒരു വലിയ ജാറ് മിക്സിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഈ മിക്സിക്കകത്തോട്ട് നമ്മൾ ഓൾറെഡി അരിഞ്ഞ് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ അരമുറി തേങ്ങ നമുക്കിതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ചില സ്ഥലത്തൊക്കെ കൊപ്ര എന്ന് പറയുന്നുണ്ട്, അതറിയാതെ വന്ന് പോണതാണ്. ആക്ച്വലി അത് തേങ്ങയാണ്, എല്ലാവർക്കും മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇനി തേങ്ങ ഇട്ടു. ഇനി ഇത് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് അടിച്ചെടുക്കാൻ പോകുന്നത് ഞാൻ ഫസ്റ്റ് ഒന്നാമത്തെ സ്പീഡിലിട്ടിട്ടാണ് ഞാൻ അടിച്ചെടുക്കുന്നത്. അതും വെറും 3 സെക്കൻഡ് 4 സെക്കൻഡൊക്കെ ഞാൻ അടിച്ചെടുക്കുന്നുള്ളൂ കേട്ടോ. അത്ര നേരം മതി. അതിനുള്ളിൽ തന്നെ നമുക്കിത് ഒരു തേങ്ങ ചെറിയ പരുവത്തിന് തന്നെ നമുക്ക് കിട്ടും. ഞാനിപ്പോൾ കാണിച്ചു തരാം. കണ്ടോ, ഇപ്പം നമ്മൾ തേങ്ങ ചെരുകിയ പോലെ തന്നെ അത്രയും നല്ല ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വന്നിരിക്കുന്നത്. അതാ ഞാൻ ഒരു ബൗളിനകത്തോട്ട് ഇത് മാറ്റുകയാണ് കേട്ടോ. കണ്ടോ, നമ്മുടെ തേങ്ങ ചെരുകിയ പോലെ തന്നെ നല്ല ഫ്രഷുമാണ്. വേറെ ഒരു വ്യത്യാസമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ അതിനകത്തുള്ള ആ ഒരു തേങ്ങ ആ ചിരട്ടയ്ക്കകത്തുനിന്ന് എടുക്കുന്ന ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ഒരുമിച്ച് ചെയ്യണമെന്നുണ്ട്, ബൾക്കായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. 2 3 തേങ്ങ ഇതുപോലെ ഉടച്ച് നമുക്ക് ഫ്രീസറിനകത്ത് വെച്ച് ആവശ്യാനുസരണം നമുക്കിതുപോലെ ചെയ്യാം. അല്ലെങ്കിൽ ഒരുമിച്ച് ചെയ്ത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ നമുക്ക് ഫ്രീസറിനകത്ത് വെച്ച ആവശ്യാനുസരണം എടുത്ത് നമുക്ക് ഉപയോഗിക്കാം. അപ്പം നമ്മുടെ ഈ ഒരു മോഡലായിട്ടുള്ള തേങ്ങ റെഡിയാണ്. അതായത് കറിക്കകത്തൊക്കെ ഇടാൻ പാകത്തിനുള്ള തേങ്ങ ചെരുകിയത് റെഡിയാണ്. ഇനി ബാക്കിയുള്ള അരമുറി തേങ്ങ എങ്ങനെയാണ് ചട്നിക്കൊക്കെ പറ്റുന്ന തേങ്ങ, അതായത് വൈറ്റ് കളറായിട്ട് മാത്രം നമ്മൾ ചെയ്യുമല്ലോ, അതെങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ ഇതുപോലെ ഒരു അരയായിട്ടൊന്ന് ഒരു ഹാഫായിട്ടൊന്ന് ഡിവൈഡ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ ഇതിൻ്റെ പുറത്തുള്ള സ്കിൻ നമുക്ക് ഒന്നില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു കത്തി വെച്ചിട്ട് നമുക്ക് കളയാം. പക്ഷേ എനിക്ക് അതിനേക്കാളും കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇതുപോലെ പീലർ വെച്ച് ചെയ്യുമ്പോഴാണ്. കണ്ടോ, നമ്മൾ പീലർ വെച്ച് ചെയ്യുമ്പോൾ നല്ല ഒരു ബുദ്ധിമുട്ടൊന്നും കൂടാതെ നല്ല ഈസി ആയിട്ട് അങ്ങ് വരും. അതേസമയം കത്തിയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞാനിവിടെ പീലർ വെച്ചിട്ടാണ് ഇത് പീൽ ചെയ്തെടുക്കുന്നത് കേട്ടോ, ഇതിൻ്റെ സ്കിന്ന്. അപ്പം ഞാനിത് ഒന്ന് പീൽ ചെയ്തെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ ഇവിടെ ഇതെല്ലാം സ്കിന്നെല്ലാം പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വളരെ എളുപ്പമാണ്. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ പോലെ നല്ല വൈറ്റ് ചട്നിക്കൊക്കെ നല്ല ഭംഗിയായിരിക്കും തേങ്ങ ചെരുകി വരുന്നത് കാണാൻ തന്നെ കേട്ടോ. അപ്പം ഞാൻ ഇതും നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ചെറിയ പീസുകളാക്കിയിട്ട് ഞാൻ മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്നില്ല, ഞാൻ പറഞ്ഞ പോലെ കട്ടിംഗ് ബോർഡോ അല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ടോ നിങ്ങളുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള എന്താണോ അതുപോലെ നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ മുറിച്ചെടുക്കുകയാണ്. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ മിക്സിയിൽ ഇതൊന്ന് 3 സെക്കൻഡോ 4 സെക്കൻഡോ നമ്മളിതൊന്ന് ഒരു ഫസ്റ്റ് സ്പീഡിലാണ് ഇട്ടിരിക്കുന്നത് ഞാൻ. അതും 3 സെക്കൻഡ് 4 സെക്കൻഡിൽ അടിച്ച് അങ്ങ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ 4 സെക്കൻഡൊക്കെ കഴിഞ്ഞിട്ടും നിങ്ങൾക്കത് ചിലപ്പം ബ്ലേഡുകൾ ഓരോ മിക്സീനെ വെച്ച് ഡിഫറെൻ്റ് ആയിട്ട് വരും. ഇപ്പം നിങ്ങളുടെ മിക്സിക്ക് ബ്ലേഡിന് കുറച്ച് പ്രശ്നമൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ നമ്മൾ കൂടുതൽ നമുക്കിത് മിക്സിയിലൊന്ന് അടിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ എനിക്കിവിടെ 3 സെക്കൻഡാണ്, ശരിക്കും 3 സെക്കൻഡേ ഞാൻ എടുത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ചും കൂടെ ഒന്ന് ചെറുതായിട്ടും കൂടെ ഒന്ന് ഫൈൻ ആവാൻ വേണ്ടിയിട്ട് ഞാൻ 1 സെക്കൻഡും കൂടെ അടിച്ചു എന്നേ ഉള്ളൂ. അപ്പം ഞാനിതൊന്ന് അടിച്ചെടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാനൊരു 3 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് വന്നിരിക്കുന്നതെന്നുള്ളത്. കണ്ടോ, ഇത് അത്രയും വൈറ്റ് ആൻഡ് സ്മൂത്താണ്. നമ്മൾ തേങ്ങ നമ്മൾ ചെരുവയിൽ ചെരുകുന്നത് പോലെ തന്നെ അന്ന് അത്രയും ബുദ്ധിമുട്ടില്ലാതെയാണ് നമ്മൾ ഇത് ചെരുകി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതും ഞാൻ ഒരു ബൗളിനകത്തോട്ട് നിങ്ങൾക്കിട്ട് കാണിച്ചു തരാം. കണ്ടോ, ഇത് കണ്ടോ, അത്രയും നമ്മൾ തേങ്ങ ചെരുവിയ പോലെ തന്നെയാണ്. മിക്സിയിൽ അടിച്ചതെന്നൊന്നും പറയില്ല, അത്രയും പെർഫെക്ഷനാണ്. അപ്പോൾ ഞാനിതും ഒരു ബൗളിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, അപ്പം ഇത് നമുക്ക് ഈ വൈറ്റ് ആയിട്ടുള്ള ചട്നിയൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്കിന്നോട് കൂടെ നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മുടെ തേങ്ങ നമുക്ക് ബുദ്ധിമുട്ടാതെ താഴെ ഇരുന്ന് ചെരുകാതെ തന്നെ മിക്സിയിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം. അതുമല്ല, നിങ്ങൾക്ക് ഇതുപോലെ ബൾക്കായിട്ട് ഉണ്ടാക്കി നമുക്ക് ഫ്രീസറിനകത്ത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിനകത്തോ അല്ലെങ്കിൽ ഒരു സിപ്പ് ലോക്കർ ബാഗിനകത്തോ
വെച്ച് നമുക്ക് നല്ലതുപോലെ ആവശ്യ സമയത്ത് നമുക്ക് ഫ്രീസറിനകത്തുനിന്ന് എടുത്ത് ഉപയോഗിക്കാം കേട്ടോ. അപ്പം എന്താ നമ്മുടെ ഈ 2 തരത്തിലുള്ള തേങ്ങ മിക്സിയിൽ ചെരുകിയത് റെഡിയാണ്. ഇനി സെക്കൻഡുകൾ മാത്രം മതി നമുക്ക് തേങ്ങ ചെരുകിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത്രയേ ഉള്ളൂ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഒപ്പം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു റെസിപ്പി അല്ലെങ്കിൽ ഒരു കിച്ചൺ ടിപ്പ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.